എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ആയിഷ ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ അലിയുടെ വീട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു ആയിഷയ്ക്കെതിരെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് അലിയുടെ വീട്ടിലുണ്ടായിരുന്ന ഈ ഒരു ആയിഷയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ നിന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ഇവിടുന്ന് മാറണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു ആയിഷ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഉണ്ടെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ കേൾക്കുന്നില്ല, ഇവിടെ വീട്ടിൽ നിൽക്കാനുള്ള അവകാശമോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തനിക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതും, പിന്നെ മെയിനായിട്ട് തനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളോ അലി സംസാരിക്കുകയോ അലിയുടെ വീട്ടുകാർ സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. പോലീസിനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് മാറിത്തരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂട്യൂബർ ഒരു ഓഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഈ ഒരു അലിയുടെ കുടുംബക്കാരുടെ ഒരു വോയിസ് ആയിരുന്നു. അതിനകത്ത് അലിയുടെ കുടുംബക്കാർക്കൊക്കെ മെയിനായിട്ട് ഈ ഒരു ആയിഷയെക്കുറിച്ച് പറഞ്ഞ മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു ടോപ്പിക്കിലുണ്ടെങ്കിൽ നടന്ന സംഭവങ്ങളിലുള്ള എൻ്റെ അഭിപ്രായവും അതും കൂടി ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഫസ്റ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ആയിഷ ഇതേ കണക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വരുന്നു, അതേ കണക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഇതേ കണക്ക് ഈ ഒരു വീട്ടിലിരിക്കുന്നതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, നിങ്ങളുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഇതേ കണക്ക് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പം നിങ്ങൾക്ക് ഇത് ശരിയാവത്തില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ പോലീസ് ഈ ഒരു ആയിഷയെടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കാര്യം പറഞ്ഞ സമയത്തൊക്കെയാണ് ആയിഷ വീഡിയോ എടുത്തിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു അലിയുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവർ വീട്ടുകാർ പോലീസിനെ പരാതി കൊടുക്കുകയും അവരുണ്ടെങ്കിൽ എന്നെ വന്ന് ഇതേ കണക്ക് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് എന്നുള്ള അതടക്കം ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞൊരു കാര്യം, ആയിഷയ്ക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം, നിയമപരമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഇതുപോലുള്ള കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് ഇതിന് ആയിഷയുടെ സപ്പോർട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീട്ടുകാരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ ഒരു വീഡിയോ പുറത്ത് വന്ന സമയത്ത് കുറേയധികം പ്രതികരണങ്ങളൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ആയിഷയ്ക്ക് സപ്പോർട്ടായിട്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ചിലവരുണ്ടെങ്കിൽ ഈ ഒരു അലിക്കും അലിയുടെ കുടുംബത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളതൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പല യൂട്യൂബേഴ്സും വീഡിയോസും വോയിസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, അലിക്ക് പറയാനുള്ളത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ വോയിസ് പുറത്ത് വിട്ടതല്ലാതെ അലി നേരിട്ട് വന്ന് സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു ആയിഷ മാത്രമാണ് ഇതിനെപ്പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് നീതി കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രമാത്രം ആയിഷ ഉണ്ടെങ്കിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. അതുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു അലിയുടെ കുടുംബത്തിൽ നിന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിന് മറുപടിയായിട്ട് ഒരു യൂട്യൂബറിന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആയിഷ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കുടുംബത്തിനുണ്ടെങ്കിൽ ആയിഷ തീരെ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സത്യം തന്നെയാണ്. ഈ ഒരു അലിയും ആയിഷയും തമ്മിൽ കല്യാണം കഴിക്കുന്നത്, പ്രേമിച്ചാണ് കല്യാണം കഴിക്കുന്നത്. അതിൽ അവർക്ക് താല്പര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു, വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അതുണ്ടെങ്കിൽ ഈ ഒരു അലിയുടെ ബാപ്പയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ വീട്ടിൽ നിന്ന് മാറിയൊക്കെ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് അവർ താമസിക്കുക, അതിൽ കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയൊക്കെ ഉണ്ടായതിന് ശേഷമുണ്ടെങ്കിൽ ഇവരെന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, ഇവർ പിരിഞ്ഞ് താമസിക്കുന്നു. ഏകദേശം 6-7 വർഷത്തോളം ഇവരിപ്പം പിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലിയാണെങ്കിൽ ബാപ്പയായിട്ടൊന്നും വലിയ കോൺടാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു അവർ മാറി താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആയിഷയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് നേരെ ഉണ്ടെങ്കിൽ ആയിഷ എല്ലാ പ്രശ്നങ്ങളുമായിട്ട് ഈ ഒരു അലിയുടെ ബാപ്പയുടെ വീട്ടിലേക്കൊക്കെ, ബാപ്പയും ഉമ്മയൊക്കെ താമസിക്കുന്ന അവിടുത്തെ വീട്ടിലേക്ക് തന്നെ വന്നേക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു ആയിഷയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും കാര്യം അറിയാതെയാണ് ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഈ ഒരു ബന്ധു പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഇതേ കണക്ക് വീഡിയോ കാണുമ്പോഴത്തേനും ഇതേ കണക്ക് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ വീഡിയോ ഇടുന്നു, വീഡിയോയിൽ വന്നിട്ട് പറയുന്നു, എന്നെ ഭർത്താവ് വെളിയിൽ കളഞ്ഞു, അതുപോലെ തന്നെ വേറെ കല്യാണം കഴിച്ചു, എനിക്ക് നീതി വേണം, സമരം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും, ഓ ഇതേ കണക്ക് ഈ ഒരു സ്ത്രീക്ക് നീതികേട് സംഭവിച്ചു, നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്, എല്ലാവരും കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടെ നിൽക്കും. അത് നോർമലായിട്ട് വന്നു പോകുന്നു, അതിലിപ്പം കുറ്റം പറഞ്ഞ് പറ്റത്തില്ലായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ മറ്റൊരു സൈഡ് കൂടി അറിയണം എന്നുള്ളൊരു കൂടി ഒരു ബന്ധു പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതേ കണക്ക് ഇവർ തമ്മിൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പിരിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇതേ കണക്ക് ഈ ഒരു ഭർത്താവിൻ്റെ അച്ഛൻ്റെയും
അമ്മയുടെ അവർ താമസിക്കുന്ന ഒരു വീടിൻ്റെ മുമ്പിൽ വന്ന് സമരം ചെയ്യേണ്ട കാര്യം എന്തുവാണ്? നിങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ അലിയുടെ വീടിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യാം. അതിന് പകരം ഇതേ കണക്ക് ചെയ്യുന്ന എന്തിനാണെന്നാണ് ഈ ഒരു ബന്ധു ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു ആയിഷയ്ക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് എന്നുള്ളത്. പിന്നെ ഈ ഒരു അലിയുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല എന്നും ഈ ഒരു ബന്ധു പറയുന്നുണ്ട്. അത് ഒക്കെ അവരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യാൻ നിൽക്കേണ്ടത്. കേസ് തീരുന്നവരെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിന് ശേഷമാണ് നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതിന് മേലോട്ടും കോടതികളുണ്ട്, അതിനെ സമീപിക്കുക. അതെല്ലാമാണ് ചെയ്യേണ്ടത്. അതിന് പകരമുണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു സമരം എന്ന് പറഞ്ഞിട്ട് അലിയുടെ വീട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് വീടിൻ്റെ മുമ്പിലൊക്കെ വന്നിട്ട് ഇതുപോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല. അലി ആ ഒരു വീട്ടിൽ പോലും അല്ല താമസിക്കുന്നത്. അലിയുടെ വീട്ടുകാർക്ക് ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് ഇത് കണക്ക് ചെയ്യുന്നത്? പിന്നെ ഈ ഒരു കല്യാണം കഴിച്ച കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഈ ഒരു ആയിഷയ്ക്ക് അത് മനസ്സിലാവുമല്ലോ. തെറ്റാണെങ്കിൽ തെറ്റാന്ന് തന്നെ പറഞ്ഞ് ആൾക്കാരത് ആ ഒരു കോടതി എന്തായാലും അതിനുള്ള ഉത്തരവിടും. അതിന് പകരം ഇങ്ങനെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഓരോന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതും ഈ ബന്ധു പറയുന്നുണ്ട്. പിന്നെ ബന്ധു പറഞ്ഞൊരു കാര്യം, കല്യാണം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞ സമയത്തുടനെ തന്നെ ഒരു വീട്ടിലേക്ക് ആദ്യമേ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നതിന് ശേഷം ആദ്യം ഒരു സമരം പോലെ കൂടെ കുറച്ച് പേരെയും കൂട്ടിക്കൊണ്ടാണ് വന്നിട്ടുണ്ട്. അവിടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് ആ ഉമ്മ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. ആ സമയത്ത് ഇതേ കണക്ക് സമരവും കാര്യങ്ങളുമായിട്ട് വന്ന് അവിടെ വീട്ടിൽ വന്ന സമയത്ത് ഇവരത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവരുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും പല ജോലിക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ആരും മൈൻഡ് ചെയ്യാതിരുന്ന സമയത്താണ് പെട്ടെന്ന് വീടിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഒരു പോസ്റ്ററിൻ്റെ ഒക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് നീതിയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ഈ ഒരു സമരത്തിലേക്ക് കടന്നത്. പിന്നെ ആൾക്കാരെയൊക്കെ കൂട്ടി ഇത് കണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആയിഷ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും ആ ഒരു ബന്ധു പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാം. ആ ഒരു വ്യക്തി ചെയ്ത് തെറ്റാണെന്ന് നിയമത്തിന് തോന്നുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി എടുക്കുക. അതിന് പകരം വീട്ടുകാരെയും ഈ ഒരു നാട്ടുകാരെ ഫുള്ളായിട്ട് നാറ്റിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ ഒരു അലിയുടെ വിഷയത്തിൽ അലിയുടെ ബാപ്പയ്ക്കോ ഉമ്മയ്ക്കോ ഒന്നും തന്നെ ചെയ്യാനില്ല. പിന്നെ എന്തിനാണ് ഇതുപോലെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയം എടുക്കുക കഴിയുമ്പോഴത്തേനും ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഈ ഒരു അലിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീട്ടുകാർ അവരെ സമ്മതത്തോടു കൂടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തുമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഒരു വീട്ടുകാരെ മുമ്പിൽ വന്നിട്ട് ഇത് കണക്ക് സമരം ചെയ്യുന്നത്. അപ്പോൾ അവർ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളതായിരിക്കാം ഈ ഒരു ആയിഷ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ആയിഷയുടെ കാര്യമാണെങ്കിൽ ആയിഷയ്ക്ക് ഈ ഒരു അലിയായിട്ട് ഇനി ജീവിക്കണം എന്നുള്ളതിന് ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആയിഷയുടെ മെയിനായിട്ടുള്ള ഡിമാൻഡും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് തനിക്ക് തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്വർണവും പണവും തിരിച്ച് കിട്ടണം എന്നുള്ളതാണ്. തൻ്റെ വീട്ടുകാരാണ് ഏകദേശം 100 പവനോളം സ്വർണ്ണം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൈസയും തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തനിക്ക് തിരിച്ച് വേണം. നിയമപരമായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം വേറെ കല്യാണം കഴിക്കുന്നതിൽ ആയിഷയ്ക്ക് പ്രശ്നമുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ആയിഷയുടെ ഒരേ ഒരാവശ്യം, ഒരു നിർബന്ധം എന്ന് പറയുന്നത് ഇതേ കണക്ക് തൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് തിരിച്ച് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പോലും അനുവദിക്കാതെ അല്ലെങ്കിൽ അതുപോലും ചെയ്യാതെ ഇതേ കണക്ക് മറ്റൊരു വിവാഹം കഴിച്ചത് പോവുകയും ചെയ്തു. അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം മറ്റൊരു വിവാഹം കഴിച്ചു, അത് ഈ ഒരു ആയിഷ അറിഞ്ഞു. അപ്പോൾ അത് നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസും കാര്യങ്ങളും കോടതിയിൽ നടക്കുകയാണെന്ന് ആയിഷ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കല്യാണം കഴിച്ചിട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേന് ആയിഷ പോരാടുന്നതിൽ തെറ്റുണ്ടെന്നൊന്നും പറയുന്നില്ല. ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അലിയുടെ ഭാഗം കൃത്യമായിട്ട് അറിയത്തില്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അലിയുടെ ഭാഗം, അതായത് അലി ഉണ്ടെങ്കിൽ പല യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് അവരൊക്കെ പല വീഡിയോസും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസിനകത്ത് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതാണ് അലിയുടെ അടുത്ത് സംസാരിച്ചു, അലി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനിപ്പോൾ അലിയുടെ അടുത്ത് സംസാരിച്ചെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എത്രമാത്രം കറക്റ്റാണെന്ന് അറിയത്തില്ല. എന്നാൽ പോലും അതിനകത്തൊക്കെ അലി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വ്യക്തിയായിട്ട് ഒരുമിച്ച് ജീവിച്ച് ഞങ്ങൾ ഇഷ്ടത്തോടെ തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സ്വർണവും കാര്യങ്ങളൊന്നും അലി എടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അത് താനുണ്ടെങ്കിൽ പഠിച്ചതെല്ലാം സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ സത്യം ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അതുപോലെ തന്നെ പറയുന്നതെല്ലാം സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു ആയിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാരീരികമായിട്ട് ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അലി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. കേസും കാര്യങ്ങളുമായി പെട്ടെന്ന് പിരിഞ്ഞു പോയി എന്ന് മാത്രമേ പറഞ്ഞോളായിരുന്നു ആ ഒരു യൂട്യൂബറിൻ്റെ അടുത്ത്. കാരണങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ കുറേയധികം കാര്യങ്ങൾ ഡൗട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അലിക്ക് കുറച്ചും കൂടി ഓപ്പണായിട്ട് വന്നിട്ട് സംസാരിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ അത് സംസാരിക്കുന്നില്ല. ചിലവർ ആ ഒരു സമയത്ത് പറയുന്നത് കണക്ക് നിയമപരമായിട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കാം. അങ്ങനെ പറയുന്നവർക്ക് അത് സത്യം ചിലപ്പം അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ആയിഷ ഈ ഒരു പ്രതികരിക്കുന്നത് തെറ്റുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് കല്യാണം കഴിച്ചു എന്നുള്ളത് അറിയുന്ന സമയത്ത് നിയമപരമായിട്ട് കേസും കാര്യങ്ങളും നടക്കുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട നീതി കിട്ടിയില്ല എന്ന് തോന്നുമ്പോഴത്തേനും അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരത് പ്രതികരിച്ചു. പിന്നെ ആ ഒരു ബന്ധു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടുകാർ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇത് കണക്ക് അവരും കൂടി ചേർന്നിട്ടാണ് ഇത് കണക്ക് നടത്തി വെച്ചതെന്നുള്ളതാണ് ഈ ഒരു ആയിഷ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇത് കണക്ക് സമരം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തീർന്നിട്ട് പെട്ടെന്ന് എല്ലാം സോൾവ് ചെയ്യാം എന്നുള്ളതായിരിക്കാം വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് അലിയുടെയൊക്കെ വിഷയത്തിൽ പറയാനുള്ളത് ഇത് പെട്ടെന്ന് തീർക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ. പക്ഷെ അലിക്കുണ്ടെങ്കിൽ ഈ ഒരു പൈസ കൊടുക്കാൻ താല്പര്യമില്ല, താൻ ഇതൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പിന്നെ നേരത്തെ ഏതൊരു യൂട്യൂബറിൻ്റെ അടുത്ത് അലി പറഞ്ഞ സമയത്ത് ഈ ഒരു അലിയുടെയൊക്കെ അതുപോലെ തന്നെ ആയിഷയുടെ ഇവരെ കുട്ടിയാണ് ഇത് കല്യാണത്തിന് രണ്ടാമത് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു യൂട്യൂബർ അലി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം എത്രമാത്രം സത്യം എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മോള് പറഞ്ഞെന്ന് പറഞ്ഞ് വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും അലിയുടെ ഭാഗം കേൾക്കാതെ ഫുള്ളായിട്ട് അലിയെ തെറ്റാമെന്ന് ഞാൻ ഒരിക്കലും പറയാനൊന്നും നിൽക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആയിഷയുടെ കാര്യത്തിലാണെങ്കിൽ ആയിഷ ഇത്ര ഏകദേശം ഇപ്പോൾ 2 ആഴ്ചയോളം ആയെന്ന് തോന്നുന്നു ഈ സമരവും കാര്യങ്ങളും തുടങ്ങിയിട്ട്. അവർ വീട്ടിന് മുമ്പിൽ തന്നെയാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാളായിട്ട് സമരം ചെയ്യുമ്പോഴത്തേന് അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിച്ച് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കി വിടാവുന്നതേ ഉള്ളൂ. അതിന് പകരം ഇത് ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആൾക്കാരിലേക്ക് കൂടുതലെത്തും, കുടുംബക്കാർ നാറത്തേ ഉള്ളൂ. അതിന് പകരം ഇതുണ്ടെങ്കിൽ ഇവർ വിളിച്ചിട്ടൊന്ന് സംസാരിച്ച് ഇന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഇത് കണക്ക് സ്വർണ്ണം വേണമെന്നാണെങ്കിൽ ഞങ്ങൾ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ പണം തരണം എന്നാണെങ്കിൽ അത് തരുന്നതായിരിക്കും. ഇത് കണക്ക് ചെയ്യാതിരിക്കും. ഇപ്പോൾ നിയമപരമായിട്ട് നടക്കുമല്ലേ അതൊക്കെ സോൾവ് ആവട്ടെ എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആയിഷ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. ആയിഷയ്ക്ക് ഇത് കണക്ക് ഈ ഒരു അലിയുടെ കൂടെ ജീവിക്കണമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അവർ ഒന്നിച്ചേനെ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ബന്ധു പറഞ്ഞ എല്ലാ കാര്യത്തിനോടൊന്നും എനിക്കും യോജിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ആ ബന്ധു പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം പറയുക. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ യോജിക്കുന്നുണ്ടാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് യോജിക്കുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. അതില്ല ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക.